നമ്മൾ ഈ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, കുറച്ച് പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങാനീര് എല്ലാം കൂടെ തേച്ച് ഒന്ന് പുരട്ടി മാറ്റി വെക്കണം 15 മിനിറ്റ്. അത് കഴിഞ്ഞ് അതൊരു കുക്കറിലോട്ട് എടുത്തിട്ട് അതിലോട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് പട്ട, ഗ്രാമ്പൂ, ഏലക്കയൊക്കെ ഇട്ട് ചോപ്പ് ചെയ്ത കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 2 വലിയ സവാളയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് വതങ്ങി വരുമ്പോൾ അതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് വതക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരുമ്പോൾ അതിലോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മട്ടനും ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മൂടി വെച്ച് ഇനി ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കുരുമുളക് പൊടിയും ചേർത്ത് കറിവേപ്പിലയും കൊത്തമല്ലിയും ചേർത്തെടുക്കാം. നമ്മുടെ